ഫ്രണ്ട്സ് MSMB ഉണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസമായി സെഫ, റിഫ, പിന്നെ മാനു, പിന്നെ ലലൂബി, ഈ 3 വാർത്തകളാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ സെഫ ഒരു വീഡിയോക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പറഞ്ഞതാണ് ഇങ്ങനെ. റിഫ അവിധമെന്ന് മാനു ഇടയ്ക്കുന്ന് പറയുന്നുണ്ട്. ആ സംഭവം എന്ന് വെച്ചാൽ റിഫാക്ക് അവിധം ഉണ്ടെങ്കിൽ മൂന്നാറിൽ വെച്ച് തന്നെ റിഫ അന്നെ ആത്മഹത്യ ചെയ്യേണ്ട ആളായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അന്ന് ആത്മഹത്യ ചെയ്യാണ്ടെന്നാണ് സെഫ പറയുന്നത്. കാരണം ദുബായിൽ വെച്ച് റിഫ ആത്മഹത്യ ചെയ്തതിന് എന്തൊക്കെയോ കാരണങ്ങളുണ്ടെന്ന് സെഫ പറഞ്ഞു. പിന്നെ സെഫ പറഞ്ഞു, ഞാൻ റിഫയെ കുറിച്ച് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അതിന് ഇച്ച് കിട്ടിയ പ്രതിനിധിയാണ് ഇത്. പിന്നെ പറഞ്ഞു സെഫ മാനുവിനോട് ഒരു ദിവസം പറഞ്ഞു, മാനു സെഫയോട് ഇങ്ങനെ പറഞ്ഞു, റിഫൻ്റെ അവിധാന്ന് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ മാനുവിനോട് സെഫ പറഞ്ഞു, നിങ്ങളെ പോലുള്ള ആളുകൾ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവിധം ഇല്ലാക്കുക എന്നാണ് സെഫ മറുപടി പറഞ്ഞത്. പറഞ്ഞു, റിഫനെ കുറിച്ച് ഞാൻ പറഞ്ഞെല്ലാം ഇപ്പം അനുഭവിച്ചു, കാരണം 2 കൊല്ലത്തോളം ഞാൻ അതിന് അത്രത്തോളം അനുഭവിച്ചു. പിന്നെ സെഫ പറഞ്ഞു, എനിക്ക് എന്നെ തല്ലിന് അത്ര ഇഷ്ടമല്ല, കാരണം അയാൾ മാനു എന്ന വ്യക്തി എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോൾ തല്ലിയിരിക്കുന്നു, അല്ലാത്ത സമയത്തും തല്ലിയിരിക്കുന്നു എന്നാണ് സെഫ ആ വീഡിയോയിൽ പറയുന്നത്. പിന്നെ മാനുവിനോട് സെഫ പറഞ്ഞു, കുട്ടീൻ്റെ മുന്നിൽ വെച്ച് തെറി പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ മാനു ഉപദ്രവിക്കാൻ തുടങ്ങി. അതായത് സെഫൻ്റെ ഒരു ഇടത്തെ കയ്യോ വലത്തെ കൈനോ നമ്മൾ ഈ ആണുങ്ങൾ കുത്തുന്നമായി നിൽക്കാതെ കുത്തി ഉപദ്രവിക്കാൻ തുടങ്ങി. അതിൽ കുട്ടി കരഞ്ഞപ്പോൾ നിർത്തിക്കണോ എന്നാണ് സെഫ അതിൽ പറയുന്നത്. പിന്നെ ഈ മാനു എന്ന വ്യക്തി സൈക്കോ ആണെന്ന് ചോദിച്ചെങ്കിൽ സൈക്കോ ആണെന്നാണ് സെഫ പറയുന്നത്. ചില സമയത്ത് കരയും, ചില സമയത്ത് ദേഷ്യം പിടിക്കും, ചില സമയത്ത് നല്ല സ്വഭാവം, ചില സമയത്ത് വേറെ സ്വഭാവം, അങ്ങനെ പലതരം സ്വഭാവങ്ങളാണ് മാനു എന്ന വ്യക്തിയുടെ ഉള്ളിലുള്ളത്. കാരണം സെഫ 2 വർഷത്തോളമായി മാനു എന്ന ആളെ കൂടെ നിൽക്കുന്നത്. ആ കൂടെ നിന്നപ്പോൾ സെഫക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇങ്ങനെയൊക്കെ ഇനിയും മനസ്സിലാക്കാനെന്നാണ് സെഫ പറഞ്ഞത്. ഈ സെഫ നിൽക്കുന്നത് വേറെ ഫാക്ടറിയാണ്, സർപ്രൈസ് ആയാണ് ഒരു വീട് മാറി താമസിക്കുന്നത്. കാരണം രണ്ടും വിഭാഗമായാണ് ഇപ്പോൾ വീട് താമസിക്കുന്നത്. അപ്പോൾ സെഫ ഈഗലി മൂവ് ചെയ്തിരിക്കണ്, കാരണം ഡിവോഴ്സിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഇസ്ലാമിക് പ്രകാരം ഒരു നോട്ടീസ് അവർക്ക് എത്തും, അങ്ങനത്തെ ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുമിക്കാൻ സാധ്യതയില്ല എന്നാണ് സെഫ ആ ഇൻ്റർവ്യൂവിൽ പറയാനുള്ള കാരണം. അപ്പോൾ ഒന്നാമത് ഡിവോഴ്സ് ആവാനും ഇത് വെറുപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സെഫനെ എപ്പോൾ ഉപദ്രവിക്കുകയും തല്ലുകയും ചെയ്യുന്ന ആളാണ് മേനാസ്. അതാണ് ഒന്നാമത്തെ കാരണം. ഇതെല്ലാം എന്താണ് കാരണം എന്ന് വെച്ചാൽ 2 ആഴ്ച മുമ്പ് മാനുവിന് കോള് വന്നു. ആ കോളിൽ മാനു ആ ചങ്ങായിനെ തെറി വിളിച്ചിട്ടുണ്ട് കുട്ടീന് മുമ്പിൽ വെച്ച്. മാനു പലപ്പോഴും പറയുന്നുണ്ട് കുട്ടീന് മുന്നിൽ വെച്ച് തെറി പറയാൻ പാടില്ല എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ സെഫ പറഞ്ഞു അങ്ങനെ സംഭവം മാനു കുട്ടീന് മുമ്പിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ സെഫ ചോദിച്ചു, കുട്ടീന് മുമ്പിൽ വെച്ച് എന്തിനാണ് ഇങ്ങനെ തെറി പറയുന്നത് വെച്ചു. അപ്പോൾ മാനു ഓൾഡാക്കിക്കാൽ സെഫയെ ഇതാക്കി. സെഫ പറഞ്ഞു, മാനുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഈ ഇഷ്യൂ കൊണ്ടാണ് ഈ ഇഷ്യൂ ഉണ്ടായത്. അപ്പോഴത്തെ സെഫ പറഞ്ഞു, മാനു സെഫയോട് പറഞ്ഞു, നീ എന്താണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ നീ എന്താണ് കട്ടാക്കാനും ഇതാക്കാനും വേണ്ടി പറയുന്നത്, നീ ആരാണ് സെഫയോട് മാനു ചോദിച്ചു. അതിൻ്റെ ഇടയിൽ ഈ സെഫക്കും മാനുവും ജീവിച്ചാൻ വേണ്ടി ഒരു വണ്ടി ലോൺ എടുത്തി, കാറ്. അപ്പോൾ ആ ലോൺ അടക്കാൻ വേണ്ടി സെഫ ഫെമോസിനും മറ്റു മാർഗവുമായി അങ്ങനെ ഈ ലോൺ അടച്ചില്ലേ, അങ്ങനെ ജീവിച്ചില്ല. കാരണം സെഫൻ്റെ പപ്പ എന്തോന്ന് വാങ്ങിക്കൊടുത്ത് എന്നാണ് കേട്ടത്. അങ്ങനെ ആ ചാവി മേനാസ് സെഫക്ക് കൊടുത്തു. പിന്നെ അതിന് പുറമെ ഇതുണ്ട്, സെഫയെ നിൽക്കാതെ ഉപദ്രവിക്കുകയും മാനു.
കാരണം വെച്ചാൽ ഈ മാനുവിനെ പ്രത്യേകം ഉപദ്രവിക്കുന്ന ടൈമിൽ എന്നുവെച്ചാൽ ഒരു സൗണ്ട് പോലും ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും സൗണ്ട് ഉണ്ടായാൽ പിന്നെയും ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ സംഭവം പ്രത്യേകമുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് സഫ ആ വീഡിയോയിൽ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞത്. ഏതായാലും അടുത്ത ദിവസം ഇതിൻ്റെ കൂടുതൽ എവിഡൻസ് കൂടി അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അപ്പോൾ എല്ലാവരോടും ബൈ. നമ്മുടെ അക്കൗണ്ട് ഫോളോ ആക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.